തലേ ദിവസം ഒരു അഗ്നിബാധ ഉണ്ടായിട്ടുണ്ട്. അത് ഏകദേശം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ മുമ്പും ഉണ്ടായിട്ട് ഉണ്ട് എന്ന് താങ്കൾ പറയുന്നു? കണ്ടു. അതെ, പറയൽ മാത്രമല്ല, കാണുകയും ഉണ്ടായി. ഇത് ഗുരുവായൂർ ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള തകൃതിയായ ജോലിയാണ്. 1970 നവംബർ 30 പുലർച്ചെ ഈ ഭാഗങ്ങളിലൊക്കെ 6ഓളം ഫയർ എഞ്ചിനുകളാണ് ഉണ്ടായിരുന്നത്. കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിന് തീ പിടിച്ച സമയമായിരുന്നു. തീ പിടിച്ചത് ആദ്യം കണ്ടത് വ്യാപാരി നാരായണ പണിക്കരായിരുന്നു. വിളക്കുമാടം മുഴുവനായും കത്തി. തീ ശ്രീകോവിലിലേക്ക് പടരുമെന്ന ഘട്ടമെത്തിയപ്പോൾ അന്നത്തെ വലിയ തന്ത്രി ചേനാസ് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് വിഗ്രഹമെടുക്കാൻ അനുമതി നൽകി. അങ്ങനെ വീട്ടിക്കിഴി കേശവൻ നായർ ശരീരം ശുദ്ധി വരുത്തി വിഗ്രഹം പുറത്തെത്തിച്ചു. നമ്മുടെ വ്യാപാര സ്ഥലത്താണ് വിശ്രമം, രാത്രിയിലെ വിശ്രമം. അപ്പോൾ അർദ്ധരാത്രിയിൽ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയി വരുമ്പോഴാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അഗ്നി പുക പടർന്നതായി കണ്ടത്. 1970 നവംബർ 30 പുലർച്ചെ 1 മണി കഴിഞ്ഞ് 30 ഗുരുവായൂർ അമ്പലത്തിലെ തീയും പുകയും ഉയരുന്നത് കണ്ട് ഒരു വ്യക്തി ഓടിച്ചെന്നു. അത് അവിടെ വ്യാപാരം നടത്തുന്ന നാരായണ പണിക്കരായിരുന്നു. തലേ ദിവസം ഒരു അഗ്നിബാധ ഉണ്ടായിട്ടുണ്ട്. അത് ഏകദേശം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടാവും. വൈകുന്നേരം സന്ധ്യയോട് കൂടി ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടാവും ആ തീപിടുത്തം ഉണ്ടായിപ്പോ. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യപ്പന്റെ നേരെ മുൻഭാഗത്തായിട്ട് ഗണപതി ക്ഷേത്രത്തിൽ തൊട്ട് പിന്നില് കന്നിമൂലയിലാണ് ആ അഗ്നിബാധ ആദ്യം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ കടയും ക്ഷേത്ര ഗോപുരം തമ്മിൽ 10-12 അടി അകലുള്ളൂ. അപ്പൊ എല്ലാ ക്ഷേത്രത്തിൽ എന്തുണ്ടെങ്കിലും എളുപ്പം അറിയാവുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്നത്. അപ്പോ അമ്പലത്തിനുള്ളിൽ തീപിടുത്തം ഉണ്ടായി എന്ന് കേട്ടോടുകൂടി ഞാൻ അവിടേക്ക് ഓടിയെത്തുമ്പോഴേക്കും ആരോ അത് കെടുത്തി പുക മാത്രം അപ്പോൾ പോകുന്നുള്ളൂ, പുക മാത്രം. അപ്പോഴാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് എങ്ങനെ കത്തി. അപ്പോൾ അത് കെടുത്തി, ഇത്ര മാത്രമേ അറിഞ്ഞുള്ളൂ, പുക പോകുന്നത് മാത്രം അപ്പോൾ കണ്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു, ഞങ്ങൾ പോരും ചെയ്തു. പിന്നീട് ഉണ്ടായിട്ടും ഈ കന്നിമൂലയിൽ നിന്ന് തന്നെയാണ് തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യത. കാരണം ഈ തലേ ദിവസം കത്തിക്കഴിഞ്ഞിട്ടുള്ള ആ സ്ഥലത്തിൻ്റെ തേക്കുമരാണ് ഈ വിളക്കുമാടൊക്കെ ഉണ്ടാക്കിയിട്ട് തേക്കിനെ കൊണ്ടാണ്. അപ്പോൾ തേക്ക് മരത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ അഗ്നിയാണ് പുറമേക്ക് പ്രജ്വലമായിട്ട് തലേ ദിവസം കാണാൻ സാധിച്ചത്. ഉള്ളിലെ അഗ്നി മുഴുവൻ കെട്ടിട്ടുണ്ടാവില്ല, അതാ കാരണം. പുറത്ത് വെള്ളമൊക്കെ ഒഴിച്ചോട് കൂടി അത് കെട്ടുണ്ടായിരിക്കുമെങ്കിലും ഉള്ളിൻ്റെ അഗ്നിയുടെ ചെറിയൊരു ഭാഗമെങ്കിലും ഉള്ളിലുണ്ടായിരിക്കും. അത് പിന്നീട് പുകഞ്ഞ് അങ്ങനെയായിട്ട് പിന്നീട് വിളക്ക് കത്തിക്കലുണ്ട്. ആ വിളക്ക് കത്തിക്കുമ്പോൾ വീണ്ടും ആ ഭാഗത്തെ തിരി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും അഗ്നിയുടെ പ്രവേശനം ഉണ്ടാവാൻ സാധിക്കുകയും അത് തീപിടുത്തത്തിന് കാരണമായിട്ടുണ്ടാവും. ഇതെല്ലാവർക്കും അറിഞ്ഞോളന്നില്ല. അങ്ങനെ ആയിരിക്കാൻ രണ്ടാമത് അഗ്നിബാധ ഉണ്ടാവാനുള്ള കാരണം. ആ സ്ഥലത്തു നിന്ന് തന്നെയാണ് രണ്ടാമതും അഗ്നിബാധ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസത്തെ തീപിടുത്തം തന്നെ കാരണമായിരിക്കാം പിറ്റേ ദിവസം അർദ്ധരാത്രിക്ക് ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കണേ. ഇഡ്ഡലി ചെമ്പുകൊണ്ട് കെടുത്തിയെന്നല്ല പറഞ്ഞത്. ഇഡ്ഡലി ചെമ്പ് ക്ഷേത്രത്തിൽ അട ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ്. ഇഡ്ഡലി പാത്രത്തിലാണ് പണ്ടത്തെ മാതിരി ഇന്നത്തെ മാതിരി 10,000 ലക്ഷക്കണക്കിന് ഉൾപ്പെടെ ചീട്ടാക്കില്ല. കുറച്ച് ചീട്ടും അതിൻ്റെ ഏർപ്പാടുള്ളൂ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കരണ്ടൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലെ കാര്യമായി പറയുന്നത്. ഗുരുവായൂർ പ്രദേശത്ത് എവിടെയും കരണ്ടുകളില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. തൃശ്ശൂർക്ക് ആദ്യം വിളിച്ച സമയത്ത് തൃശ്ശൂരുള്ള എല്ലാ പതിനഞ്ചിനും വന്ന് ചാലക്കുടി ഒരു ആയുർവേദ ഫാക്ടറിക്ക് തീ പിടിച്ച് തൃശ്ശൂരുള്ള പതിനഞ്ചിനൊക്കെ അങ്ങോട്ട് പോയിരിക്കുക പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ ദിശയാന്നപ്പോൾ പൂർണ്ണമായിട്ട് ബോധ്യം. അങ്ങനെ ഇനി എന്താ മാർഗം വിചാരിച്ച് പിന്നെ പൊന്നാനിക്കാണ് ഇവിടുന്ന് പിന്നീട് വിളിച്ചു ചോദിച്ചത്. അവിടെ ഉള്ള മണ്ണ് തോർത്തുമുണ്ടിലേക്ക് വാരിക്കോരി എടുത്തു വന്ന് ഇവിടെ വന്നിട്ട് ചെമ്പിൽ നിന്നുള്ള നിറച്ച വെള്ളത്തിൽ മുക്കി ഓടി ചെന്നിട്ടാണ് ഈ വിളക്കുമാടത്തിലേക്ക് എറിഞ്ഞായിരുന്നത്. അപ്പോൾ വെള്ളവും മണ്ണും കൂടി ചെന്ന് വീഴുമ്പോൾ കുറച്ച് ശക്തി ഉണ്ടാവും. അപ്പോൾ ആ ഭാഗത്തുള്ള തീ കെടുന്നുള്ള ഉദ്ദേശിച്ചാണ് അതിങ്ങനെ പല ആൾക്കാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു.
എങ്കിലും വലിയൊരു ശമനം ഉണ്ടായിട്ടില്ല അതുകൊണ്ടൊന്നും. കാരണം ഈ തീയിൻ്റെ ശക്തി കൊണ്ട് പടിഞ്ഞാറ് ഗോപുരത്തിൻ്റെ കല്ല് വരെ പടുത്തിട്ടുള്ള അനുഭവമാണ് ഞാൻ. കാരണം ഞാൻ തൊട്ടപ്പോൾ കല്ലിൽ നിന്ന് പൊള്ളലേറ്റുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ച് മനുഷ്യസ്നേഹി നാരായണ പണിക്കരും ഇത്തിരി നേരവും ഗുരുവായൂരിൽ നിന്ന്.